ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പായസം ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല. ആ പായസത്തിൽ പ്രഥമൻ്റെ സ്ഥാനം മുൻനിരയിൽ തന്നെയാണ്. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴപ്രഥമനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനു വേണ്ട സാധനങ്ങളും എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ പഴപ്രഥമൻ ഉണ്ടാക്കാൻ ഞാൻ 4 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം പഴുത്ത പഴമായിരുന്നു. ഇത് നല്ലോണം കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊന്ന് അരച്ചും എടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1-ാം പാലും എടുക്കും, 2-ാം പാലും എടുക്കും. 1-ാം പാല് 1.5 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് 2-ാം പാലാണ്. 2-ാം പാല് കുറച്ച് അധികം വേണം. ഞാനിവിടെ 5 ഗ്ലാസ് 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ അളവ് പറയുകയാണെങ്കിൽ 2 തേങ്ങ മുഴുവനായിട്ട് ചിരകിയെടുത്തതിൻ്റെ പാലാണിത്. ഈ ഗ്ലാസിൻ്റെ അളവിനുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിനായുള്ള ശർക്കരയാണ്. ഇതൊരു 400 ഗ്രാം ശർക്കര ഞാൻ വെള്ളത്തിൽ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ പഴം നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. ഈ പായസം ഉണ്ടാക്കാനുള്ള മെയിൻ സാധനങ്ങളൊക്കെ ആയി. ഇതിനു പുറമേ നമ്മളിതിലേക്ക് നെയ്യും ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം വെച്ചതിന് ശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താണ് ഞാൻ ഈ പഴം അരച്ചെടുത്തിട്ടുള്ളത്. അല്ലാതെ അരയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾ അരയ്ക്കുമ്പോൾ 1-2 ബാച്ചായിട്ട് ഈ പഴം അരച്ചെടുക്കാൻ നോക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരയ്ക്കുക. ഇല്ലെങ്കിൽ ഇത് വരട്ടിയെടുക്കുമ്പോൾ വെള്ളം വറ്റി വരാൻ കുറേ സമയമെടുക്കും. ഈ നെയ്യും പഴവും കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യം ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് മധുരം പോരെങ്കിൽ മാത്രം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം ഇളക്കി കൊടുത്ത് ഈ പഴവും ശർക്കരയും കൂടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ശർക്കരയും പഴവും ഒക്കെ നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ കുറച്ചധികം നേരം ഇട്ട് വരട്ടിയെടുക്കണം. അപ്പം നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കിത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ തന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യിലാണ് പഴം വരട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് 4 ടേബിൾ സ്പൂൺ നെയ്യാവും. അപ്പോൾ നെയ്യ് കൂടുന്തോറും നമ്മുടെ പായസത്തിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. പക്ഷെ ഇത്രയധികം നെയ്യ് വേണ്ട എന്ന് തോന്നുന്നവർക്ക് നെയ്യിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പോൾ ഇത് ഇനി കൈവിടാതെ നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. ഞാനിതിൻ്റെ മധുരം നോക്കിയിരുന്നു. അപ്പോൾ ഇതെനിക്ക് കുറവാണെന്ന് തോന്നി. കാരണം നമുക്കിനി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 400 ഗ്രാം ശർക്കരയാണ് നമ്മളിത് ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇനി ഇത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒരു 5-10 മിനിറ്റ് കൂടി ഒന്ന് കൈവിടാതെ ഇളക്കി വരട്ടിയെടുക്കാം. നല്ലോണം വരട്ടിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 2-ാം പാലിൽ കിടന്ന് നല്ലോണം ഒന്ന് കുറുകി വരണത്. ഇനി
അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. നല്ലോണം ഒന്ന് വറ്റി കുറുകി വന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പായസം നല്ലോണം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവറും മണമൊക്കെ കിട്ടാൻ ചില പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിനുള്ള ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് ജസ്റ്റ് ഒന്ന് ജീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിനുള്ള ഏലക്ക പൊടിച്ചത് കൂടിയാണ്. നിങ്ങൾക്ക് ചുക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചുക്ക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പായസം ഇട്ട് തിളപ്പിക്കരുത്. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. ഇതിൽ കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ഓപ്ഷണലാണ്, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ എന്താണെങ്കിലും നിർബന്ധമായും തേങ്ങാക്കൊത്ത് വറുത്തിടണം. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പായസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.